നമസ്കാരം. ജനഹിതം 2024 എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. സംസ്ഥാനം പോളിംഗ് ബൂത്തിലെത്താൻ ഇനി ഏതാനും ദിവസങ്ങൾ മാത്രം. പ്രചാരണം ചൂടുപിടിക്കാൻ ദേശീയ നേതാക്കൾ ഒന്നടങ്കം കേരളത്തിൽ വന്നു. ദേശീയ തലത്തിൽ പോലും ഏറ്റവും കൂടുതൽ പേർ മത്സരിക്കുന്ന തെരഞ്ഞെടുപ്പാണ് കേരളത്തിൽ നടക്കുന്നത്. ഇന്ത്യ മുന്നണിയിലെ ഘടകകക്ഷികൾ പരസ്പരം മത്സരിക്കുന്നതാണ് സംസ്ഥാനത്തെ മത്സരത്തിന്റെ പ്രത്യേകത. ചാലക്കുടി, തൃശൂർ, എറണാകുളം ലോക്സഭാ മണ്ഡലങ്ങളുടെ വിലയിരുത്തലുമായി ജനഹിതം ആരംഭിക്കുന്നു. സ്വാഗതം. പലവട്ടം രാഷ്ട്രീയ അട്ടിമറിക്ക് സാക്ഷിയായ ചാലക്കുടിയിൽ എന്ത് അത്ഭുതമാണ് കാത്തുവച്ചിരിക്കുന്നതെന്നാണ് രാഷ്ട്രീയ കുതുകികൾ ഉറ്റുനോക്കുന്നത്. 2008 മണ്ഡലം പുനഃക്രമീകരണത്തിലൂടെയാണ് പഴയ മുകുന്ദപുരം ഇല്ലാതാകുകയും പുതിയ ചാലക്കുടി മണ്ഡലം രൂപീകരിക്കുകയും ചെയ്തത്. തൃശൂർ ജില്ലയിലെ കയ്പമംഗലം, ചാലക്കുടി, കൊടുങ്ങല്ലൂർ എന്നീ 3 നിയമസഭാ മണ്ഡലങ്ങളും എറണാകുളം ജില്ലയിലെ ആലുവ, അങ്കമാലി, പെരുമ്പാവൂർ, കുന്നത്തുനാട് എന്നീ 4 നിയമസഭാ മണ്ഡലങ്ങളും ഉൾപ്പെടുന്നു. 2009 പൊതു തെരഞ്ഞെടുപ്പിലാണ് ഇതിലെ ആദ്യ തെരഞ്ഞെടുപ്പ് നടന്നത്. ആദ്യ വർഷത്തെ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രതിനിധി KP ധനപാലൻ വിജയിച്ചു. തുടർന്ന് നടന്ന തെരഞ്ഞെടുപ്പിൽ ഇന്നസെന്റും ബെന്നി ബെഹനാനും വിജയിച്ചു. ബെന്നി ബെഹനാൻ ഇത് 2ാം അംഗത്തിനാണ് ചാലക്കുടിയിൽ കച്ചകെട്ടുന്നത്. LDFിലെ C രവീന്ദ്രനാഥും NDAയിലെ KA ഉണ്ണികൃഷ്ണനുമാണ് പ്രധാന എതിരാളികൾ. 2020യും ഏതാനും സ്വതന്ത്രമാരും മത്സര രംഗത്തുണ്ട്. വരിക വരിക കൂട്ടരെ, പേരു ചേർത്ത കൂട്ടരെ, വോട്ടറായി ചേർന്നു കൊണ്ട് വോട്ടു ചെയ്യൂ കൂട്ടരെ. വരിക വരിക കൂട്ടരെ, പേരു ചേർത്ത കൂട്ടരെ, വോട്ടറായി ചേർന്നു കൊണ്ട് വോട്ടു ചെയ്യൂ കൂട്ടരെ. നീതിയോടെ സത്യമോടെ വോട്ടു ചെയ്തു കൂട്ടരെ, പൂരവാദ്യനാദമോലും നാടിൻ ശോഭ കാത്തിടാം. ജാതിയില്ല മതവുമില്ല, ജാതിയില്ല മതവുമില്ല, ജാതിയില്ല മതവുമില്ല, ഭാഷയില്ല വേഷവും, നീതിയോടെ ധർമ്മമോടെ വോട്ടു ചെയ്യൂ കൂട്ടരെ. പൊള്ളുന്ന ചൂടിലും തളരാത്ത ആത്മവിശ്വാസവുമായി സ്ഥാനാർത്ഥികൾ മുന്നേറുമ്പോൾ ചാലക്കുടിയുടെ മനസ്സ് ആർക്കൊപ്പമാണെന്ന് കാത്തിരുന്നു കാണാം. ഇനി നമ്മുടെ തൊട്ടടുത്ത മണ്ഡലത്തിലേക്ക്. കേരളത്തിലെ 20 ലോക്സഭാ മണ്ഡലങ്ങളിൽ വെച്ച് ശക്തമായ ത്രികോണ മത്സരം നടക്കുന്ന മണ്ഡലം ഏതെന്ന ചോദ്യത്തിന് ഒരൊറ്റ ഉത്തരമേയുള്ളൂ. അത് തൃശ്ശൂരാണ്. പ്രവചനാതീതമാണ് തൃശ്ശൂരിലെ മത്സരഫലം. ഐക്യകേരള രൂപീകരണ ശേഷം 1957 മുതൽ നടന്ന തെരഞ്ഞെടുപ്പുകളിൽ കോൺഗ്രസിനെയും ഇടതുപക്ഷത്തെയും മാറി മാറി ഭരിച്ചിട്ടുണ്ട് തൃശൂർ. പല പ്രമുഖന്മാർക്കും തൃശൂരിൽ കാലിടറിയിട്ടുണ്ട്. തോൽക്കുമെന്ന് പ്രതീക്ഷിച്ച് മത്സരിച്ച പലരെയും വിജയിപ്പിച്ച് അവരെ തന്നെ ഞെട്ടിച്ചിട്ടുണ്ട്. തൃശൂരിലെ പ്രബുദ്ധ ജനത 2019 തെരഞ്ഞെടുപ്പിൽ വാശിയേറിയ ത്രികോണ മത്സരത്തിൽ കോൺഗ്രസിലെ TN പ്രതാപനായിരുന്നു വിജയിച്ച് കയറിയത്. CPIയിലെ രാജാജി മാത്യു തോമസിനെയും BJPയിലെ സുരേഷ് ഗോപിയെയും മലർത്തിയടിച്ചാണ് ഇടതുപക്ഷത്തിൽ നിന്ന് തൃശൂർ സീറ്റ് TN പ്രതാപൻ വീണ്ടെടുത്തത്. സിറ്റിംഗ് സീറ്റിൽ വീണ്ടും മത്സരിക്കാൻ ഒരുങ്ങവെയാണ് അപ്രത്യക്ഷമായി കോൺഗ്രസ് ക്യാമ്പിനെ ഞെട്ടിച്ചുകൊണ്ട് പത്മജ വേണുഗോപാലിന്റെ BJPയിലേക്കുള്ള പരകായ പ്രവേശം. ഇതോടെ വെട്ടിലായ കോൺഗ്രസ് ക്യാമ്പ് വോട്ട് ചോർച്ച തടയാൻ K കരുണാകരന്റെ പഴയ തട്ടകത്തിലേക്ക് മകൻ മുരളീധരനെ വടകരയിൽ നിന്നും തൃശൂരിലേക്ക് പറിച്ചു നട്ടു. തൃശൂരിന്റെ സ്വന്തം സുനി എന്നറിയപ്പെടുന്ന മുൻ മന്ത്രി VS സുനിൽകുമാർ LDF സ്ഥാനാർത്ഥിയായി എത്തിയതോടെ മത്സരം കടുത്തു. സാക്ഷാൽ പ്രധാനമന്ത്രിയെ 2 വട്ടം മണ്ഡലത്തിലെത്തിച്ച് വീണ്ടും ബലപരീക്ഷണം നടത്തുകയാണ് NDA സ്ഥാനാർത്ഥിയായ സുരേഷ് ഗോപി. ഓരോ വോട്ടും വിജയത്തിന് നാന്ദി കുറിക്കുന്ന തെരഞ്ഞെടുപ്പിൽ ആ വോട്ട് ആരിലേക്ക് പോകുന്നെന്നതിനെ ആശ്രയിച്ചിരിക്കും മണ്ഡലത്തിലെ ജയപരാജയങ്ങൾ. വിവിധ അഭിപ്രായ സർവേകൾ പുറത്തുവിട്ട കണക്കുകൾ പ്രകാരം തൃശൂർ ഇന്ത്യയിലെ തന്നെ ഏവരും ഉറ്റുനോക്കുന്ന ത്രികോണം മത്സരം നടക്കുന്ന പ്രവചനാതീത മണ്ഡലമാണ്. വരിക വരിക കൂട്ടരെ, പേരു ചേർത്ത കൂട്ടരെ, വോട്ടറായി ചേർന്നു കൊണ്ട് വോട്ടു ചെയ്യൂ കൂട്ടരെ. വരിക വരിക കൂട്ടരെ, പേരു ചേർത്ത കൂട്ടരെ, വോട്ടറായി ചേർന്നു കൊണ്ട് വോട്ടു ചെയ്യൂ കൂട്ടരെ. നീതിയോടെ സത്യമോടെ വോട്ടു ചെയ്തു കൂട്ടരെ, പൂരവാദ്യനാദമോലും നാടിൻ ശോഭ കാത്തിടാം. ജാതിയില്ല മതവുമില്ല,
ജാതിയില്ല മതവുമില്ല, ജാതിയില്ല മതവുമില്ല ഭാഷയില്ല വേഷവും നീതിയോടെ ധർമ്മമോടെ വോട്ടു ചെയ്യൂ കൂട്ടരെ. കോൺഗ്രസിന്റെ ഉറച്ച സീറ്റുകളിൽ ഒന്ന് എറണാകുളം ലോക്സഭാ മണ്ഡലത്തിനുള്ള വിശേഷണം ഇതാണ്. വി വിശ്വനാഥ മേനോനും LDF പിന്തുണയിൽ സേവ്യർ അറക്കിലും സെബാസ്റ്റ്യൻ പോളും വിജയിച്ചത് മാറ്റി നിർത്തിയാൽ കോൺഗ്രസിന്റെ പടയോട്ടം കണ്ട മണ്ഡലമാണ് എറണാകുളം. ലാറ്റിൻ കത്തോലിക്ക വോട്ടുകൾ വിധിയെഴുതുന്ന മണ്ഡലമാണ് എറണാകുളം എന്നത് എല്ലാ കാലത്തും സ്ഥാനാർത്ഥി നിർണയത്തിൽ നിർണായകമായി. കേരളത്തിൽ തന്നെ കോൺഗ്രസിന് ശക്തമായ വേരോട്ടമുള്ള മണ്ഡലങ്ങളിലൊന്നാണ് എറണാകുളം ലോക്സഭാ മണ്ഡലം. ഇടക്കാലത്ത് ഇടതുപക്ഷം ചില സ്വതന്ത്രരെ ഇറക്കി നടത്തിയ പരീക്ഷണം വിജയം കണ്ടിട്ടുണ്ടെങ്കിലും ആപേക്ഷികമായി വലതുപക്ഷ ചായ്വോടെ നിലനിന്നിരുന്ന ലോക്സഭാ മണ്ഡലമാണ് എറണാകുളം. കളമശ്ശേരി, പറവൂർ, വൈപ്പിൻ, കൊച്ചി, തൃപ്പൂണിത്തറ, എറണാകുളം, തൃക്കാക്കര എന്നീ 7 നിയമസഭാ മണ്ഡലങ്ങൾ ഉൾക്കൊള്ളുന്നതാണ് എറണാകുളം ലോക്സഭാ മണ്ഡലം. സിറ്റിംഗ് MP കോൺഗ്രസിലെ യുവ നേതാവായ ഹൈബി ഈഡനാണ്. 2ാം അംഗത്തിനിറങ്ങുന്ന ഹൈബിയെ പൂട്ടാൻ അധ്യാപക സംഘടനാ നേതാവായ KJ ഷൈനിനെയാണ് LDF കളത്തിലിറക്കിയിട്ടുള്ളത്. 2019 വാശിയേറിയ തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിൽ CPM രംഗത്തിറക്കിയത് P രാജീവിനെയായിരുന്നു. പാർട്ടിയിലെ അധികായനായിരുന്നിട്ട് കൂടി 1,69,153 വോട്ടിന് ഹൈബി ഈഡൻ P രാജീവിനെ മുട്ടുകുത്തിച്ചു. 14.29% മണ്ഡലത്തിൽ BJPയുടെ വോട്ടിംഗ് ശതമാനം. ഇത്തവണ സ്വതന്ത്ര ചിഹ്നത്തിലല്ല KJ ഷൈനിന്റെ മത്സരം. പാർട്ടിയുടെ ഔദ്യോഗിക ചിഹ്നമായ അരിവാൾ ചുറ്റിക അടയാളത്തിൽ തന്നെയാണ്. 5 വട്ടമാണ് ഇടതുപക്ഷം സ്വതന്ത്ര പരിവേഷത്തോടെ മണ്ഡലത്തിൽ രാഷ്ട്രീയ അട്ടിമറി നടത്തി വിജയിച്ചിട്ടുള്ളത്. യുവത്വത്തിന്റെ പ്രസരിപ്പും കർമ്മകുശലതയും തനിക്ക് തുണയാകുമെന്ന പ്രതീക്ഷയിലാണ് 2ാം അംഗത്തിനിറങ്ങുന്ന ഹൈബിയുടേത്. ഡോക്ടർ KS രാധാകൃഷ്ണനാണ് BJP സ്ഥാനാർത്ഥി. കഴിഞ്ഞ വട്ടം ആലപ്പുഴയിൽ BJP വോട്ടുകൾ ഗണ്യമായി ഉയർത്താൻ KS രാധാകൃഷ്ണനായിരുന്നു എന്ന പ്രത്യേകതയുമുണ്ട്. 2020ക്കും ഇവിടെ സ്ഥാനാർത്ഥിയുണ്ട്. അഡ്വക്കേറ്റ് ആന്റണി ജൂഡാണ് ഇവിടെ 2020 സ്ഥാനാർത്ഥി. എറണാകുളത്തെ സംബന്ധിച്ചിടത്തോളം 2020ക്ക് നിർണായകമാണ് ഈ തെരഞ്ഞെടുപ്പ്. എറണാകുളത്ത് ആര് കര തൊടുമെന്നാണ് ഇനി അറിയേണ്ടത്. എന്തെങ്കിലും അത്ഭുതങ്ങൾ ബാക്കി വെച്ചിട്ടുണ്ടോ എന്ന് കണ്ടറിയേണ്ടിയിരിക്കുന്നു. വരിക വരിക കൂട്ടരെ, പേരു ചേർത്ത കൂട്ടരെ, വോട്ടറായി ചേർന്നുകൊണ്ട് വോട്ടു ചെയ്യൂ കൂട്ടരെ. വരിക വരിക കൂട്ടരെ, പേരു ചേർത്ത കൂട്ടരെ, വോട്ടറായി ചേർന്നുകൊണ്ട് വോട്ടു ചെയ്യൂ കൂട്ടരെ. നീതിയോടെ സത്യമോടെ വോട്ടു ചെയ്തു കൂട്ടരെ, പൂരവാദ്യനാദമോലും നാടിൻ ശോഭ കാത്തിടാം. ജാതിയില്ല മതവുമില്ല, ജാതിയില്ല മതവുമില്ല, ജാതിയില്ല മതവുമില്ല ഭാഷയില്ല വേഷവും നീതിയോടെ ധർമ്മമോടെ വോട്ടു ചെയ്യൂ കൂട്ടരെ. ജനഹിതം അവസാനിക്കുമ്പോൾ ഒന്നുറപ്പിക്കാം, കേരളത്തിലെ എല്ലാ ലോക്സഭാ സീറ്റിലും കനത്ത മത്സരം നടക്കുന്നെങ്കിലും രാജ്യം നിർണായകമായി ഉറ്റുനോക്കുന്ന തെരഞ്ഞെടുപ്പ് കൂടിയാണ് 2024 നമുക്ക് കാത്തിരിക്കാം.